അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കൊണ്ടുള്ള ഒരു അടിപൊളി സ്പെഷ്യലായിട്ടുള്ളൊരു വെറൈറ്റി കറിയാണ് കേട്ടോ. എന്തായാലും ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ കോംബോ വരുന്നത് മുട്ടയപ്പാണ് കേട്ടോ. ഇതെന്തായാലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മിസ് തന്നെയാണിത്, നഷ്ടം തന്നെയാണ് കേട്ടോ. അത്രയും രുചികരമായിട്ടുള്ളൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടോക്ക്, എന്തായാലും തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അത്രക്കും രുചിയുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. നമ്മൾ പല രീതിയിലും കറി വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടോക്ക്, എന്നാലേ ഇതിൻ്റെ കറക്റ്റായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസസ് ആക്കിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 സവാള, നമുക്ക് നല്ല മസാല വേണമെന്നുണ്ടെങ്കിൽ 3 സവാള വരെ എടുക്കാം കേട്ടോ. ഈ 1 കിലോ ചിക്കനിലേക്ക് 3 വലിയ സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തത്. ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു കറി ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് മടിയുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഒരു 3 ഏലക്ക, 5 ഗ്രാമ്പു, 1 പീസ് പട്ട, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ് എടുക്കാറുള്ളത്. കാശ്മീരി മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂനട്ട്, ഒരു 20ഓളം കാഷ്യൂനട്ട്, വലിയ കാഷ്യൂ ആണെങ്കിൽ 15 എടുത്താൽ മതി. ഇത് നമുക്ക് സോക്ക് ചെയ്ത് ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുത്തതാണ് കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടി തൈരാണ് കേട്ടോ ഇത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസും, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും, ഒരു മാഗി ക്യൂബ്, 1 ക്യൂബ് ചേർത്താൽ മതി കേട്ടോ. ഒരു മാഗി ക്യൂബ് കൈകൊണ്ട് ഉടച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ കൈകൊണ്ട് ഞരട്ടി കൊടുക്കണം. ഈ ഒരു മെയിനായിട്ടുള്ള ഒരു പണി ഇത് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ചേർക്കുന്നെങ്കിൽ ബട്ടർ ചേർക്കുക. അത് ഇതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഓയിലിൽ എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ നിന്ന് ഊറി വരും. ചിക്കൻ്റെ വെള്ളം തന്നെ ഊറി വരും. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് മറക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1-2 വട്ടം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഈ ഒരു സമയത്ത് ചിക്കൻ വേവുന്ന സമയത്ത് നമ്മൾക്ക് മുട്ടയപ്പത്തിൻ്റെ എന്താണോ നമ്മൾ കോംബോ ചെയ്യുന്നത് അത് നമ്മൾക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നില്ല, ഓൾറെഡി ഞാൻ അരച്ചതാണ്. അപ്പോൾ ഇതൊന്ന് ചുടുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും നല്ല കോംബോ ആണ് കേട്ടോ. മുട്ടയപ്പവും ഈ കറിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ നല്ല വെള്ളമൊക്കെ, ചിക്കൻ്റെ വെള്ളമൊക്കെ ഊറി വന്നിട്ട് കാണുന്നില്ലേ? ഇതിലൊരു വെള്ളവും ചേർത്തിട്ടില്ല, ഇതിൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ.
അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചിക്കൻ വെന്തിനോ നോക്കാം. ഒരു 15 മിനിറ്റൊക്കെ നമുക്കിത് കുക്ക് ചെയ്യേണ്ടി വരും. ആ ഒരു ടൈമാണ് വേണ്ടത്. ചിക്കൻ വേവാനുള്ള ഓരോ ചിക്കൻ ഓരോ വേവായിരിക്കും. അപ്പോൾ ചിക്കൻ അവിടെ വേവുന്ന സമയത്ത് തന്നെയാണ് ഞാൻ മുട്ടയപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു കപ്പോളം മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില നല്ലോണം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. ഈ മല്ലിയില നല്ലോണം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കറിക്ക് മല്ലിയിലൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കറിയും മുട്ടയപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ കിട്ടില്ല ടേസ്റ്റാണ്, വെറുതെ പറയുന്നില്ല. എന്തായാലും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും എനിക്ക് അറിയിക്കണം. അത്രയും രുചിയുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭയങ്കര മിസ്സായിരിക്കും. നിങ്ങൾക്ക് നഷ്ടം തന്നെയായിരിക്കും. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ടാക്കണം കേട്ടോ. ഒരു ഗിവ് അവേൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പങ്കെടുക്കുന്നവരൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഗോൾഡ് കോയിനാണ് ഞാൻ സമ്മാനമായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവരൊന്ന് മെസ്സേജ് ആക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് അടിപൊളി വീഡിയോസൊക്കെ ഇതിൽ ഷെയർ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ടാക്കണം. എല്ലാം അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പീസാണ് ഞാൻ ഷെയർ ആക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസാണ് ഞാൻ ഷെയർ ആക്കാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ.